നട്ടുച്ച സമയത്ത് അയാളുടെ വീട്ടിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ നാട്ടുകാർ അറിഞ്ഞത് ഒരു അമ്മയും മകളുമാണ് എന്നാണ്. അവരെ പച്ച പരസ്യമായി തൻ്റെ വീട്ടിലിട്ട് ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കെ അയാളുടെ ഭാര്യ അവിടെ കടന്നു കയറി. അവരിന്ന് പറഞ്ഞത് ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഇയാളെ കണ്ടു എന്നാണ്. ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ നമുക്ക് ഊഹിക്കാം. നമുക്ക് അവിടെ നിന്ന് പലതും ഊഹിക്കാം. കാരണം രണ്ട് പേരവിടെ ഉണ്ടായിരുന്നു. ഒന്ന് അമ്മയും ഒന്ന് മകളും. ആ മകൾക്ക് പ്രായപൂർത്തി പോലും ആയിട്ടില്ല എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. അവർ രണ്ടുപേരുമായി ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളിൽ തൻ്റെ ഭർത്താവും സംസ്ഥാന മന്ത്രിയുമായിട്ടുള്ള ഗണേഷ് കുമാറിനെ കണ്ടു എന്നുള്ള ആരോപണം പരസ്യമായി ഉന്നയിച്ചത് അയാളുടെ ഭാര്യ ബിന്ദു മേനോനാണ്. അവർ പറഞ്ഞെന്താണ്? അവർ പറഞ്ഞത് ഇയാൾ കുറേ കാലമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനതിനെ തടയാൻ പലതരത്തിലും നോക്കിയിട്ടുണ്ട്, അപ്പോഴെല്ലാം എന്നെ പീഡിപ്പിക്കാൻ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുകയാണ് ഇയാളുടെ സ്റ്റാഫ്. കാരണം അധികാരം അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അവസാനം ഇതിനൊരു അവസാനം കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം അവിചാരിതമായി ഞാൻ ഇയാളുടെ മുറിയിലേക്ക് കടന്നു കയറി ചെന്നപ്പോൾ ഇതാണ് ഞാൻ അവിടെ കണ്ടത്. അത് കണ്ടപ്പോൾ ഞാനത് അതിൻ്റെ ഫോട്ടോ എടുത്തു. അത് ഞാൻ എൻ്റെ മൊബൈലിൽ പകർത്തിയപ്പോഴത്തേക്കും ഇയാൾ ഈ മന്ത്രി ആലോചിച്ച് നോക്കണം, അയാളൊരു സംസ്ഥാന മന്ത്രിയാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അയാൾ പറഞ്ഞു, അയാളുടെ സ്റ്റാഫിനോട് പറഞ്ഞു ഇതെല്ലാം മേടിച്ച് വെക്കുമെന്ന് പറയുന്നു. അവരെ അസോൾട്ട് ചെയ്യുന്നു, അവരെ മുറിക്കാത്തിട്ട് ഒരു അഭിഭാഷകൻ ഇവിടെ വന്നിരുന്നിട്ട് ലീഗലായിട്ടില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അവരെ മുറിക്കാത്തിട്ട് പൂട്ടി അവിടെ വെച്ച് അവരിൽ നിന്ന് അവരെ അസോൾട്ട് ചെയ്ത് ഇതൊക്കെ ക്രൈമല്ലേ അഭിഭാഷക, ഇതൊക്കെ ക്രൈമല്ലേ? എന്നിട്ട് അവരുടെ അടുത്ത് അത് മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതെല്ലാം അവർ പറയുന്നുണ്ട്. മുറിയിൽ അവരെ പൂട്ടിയിട്ടു.